Hello friends and welcome to my channel. ഇന്നത്തെ എൻ്റെ വീഡിയോ DPF അഥവാ ഡീസൽ പർട്ടിക്കുലർ ഫിൽറ്ററിനെ കുറിച്ചാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ലെറ്റ്സ് ബിഗിൻ. എന്ന് പറഞ്ഞ ഒരു ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് മാറ്റങ്ങളുടെ കാലമാണല്ലോ. ഈ സമയത്താണല്ലോ നമ്മൾ BS4 നിന്ന് BS6 നമ്മൾ സ്വിച്ചായി. സോ ഒരുപാട് മാറ്റങ്ങൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ വന്നു. ഈ മാറ്റങ്ങളാണ് BS6 ഡീസൽ വെഹിക്കിൾസിൽ DPF അഥവാ ഡീസൽ പർട്ടിക്കുലർ ഫിൽറ്റർ എന്ന എക്സ്ട്രാ എക്സോസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ഡിവൈസ് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. നമ്മുടെ വാഹനത്തിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ, അത് പെട്രോൾ ആകട്ടെ ഡീസൽ ആകട്ടെ, ഈ ഫ്യൂവലെല്ലാം കമ്പോസ് ചെയ്തിരിക്കുന്ന ഹൈഡ്രോ കാർബൺ ചെയിൻ വെച്ചിട്ടാണ്. സോ പക്ഷേ ഹൈഡ്രോ കാർബൺ മാത്രമല്ല ഈ ഫ്യൂവലിലുള്ളത്. ഹൈഡ്രോ കാർബൺ ചെയിനോടൊപ്പം തന്നെ സൾഫറിന്റെ കണ്ടന്റും ഫ്യൂവലിലുണ്ട്. നമ്മുടെ എയറിൽ അറിയാം, എയറിലാണെങ്കിൽ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ടുള്ള ഗ്യാസ് എന്ന് പറയുന്നത്, മോർ ദാൻ 75%. സോ വാഹനത്തിന്റെ ഉള്ളിലേക്ക് എത്തുന്ന ഫ്യൂവലിലും എയറിലും, ഫ്യൂവലിനകത്താണെങ്കിൽ ഹൈഡ്രോ കാർബൺ ഉണ്ട്, സൾഫർ ഉണ്ട്, എയറിനകത്താണെങ്കിൽ ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, വാട്ടർ ഉണ്ട്, പിന്നെ ആർഗൺ, മെർക്കുറി അതുപോലത്തെ കണ്ടന്റ് വളരെ ലോ ആണ് എയറിൽ. ഉള്ളിലേക്ക് എത്തുന്ന ഈ എല്ലാ മൂലകങ്ങളും കമ്പഷൻ റിയാക്ഷൻ മൂലം മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ആകുന്നു. സോ എക്സോസിൽ നമുക്ക് ഓക്സിജൻ ഉണ്ട്, വാട്ടർ ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, ഫ്രീ നൈട്രജൻ ഉണ്ടാവും, അതേ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഉണ്ടാവും, ഹൈഡ്രോ കാർബൺ ഉണ്ടാവും, പർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ടാവും, ഓക്സൈഡ്സ് ഓഫ് സൾഫർ ഉണ്ടാവും. പർട്ടിക്കുലേറ്റ് മാറ്ററും സൾഫർ ഓക്സൈഡ്സും ഓക്സിജൻ ഡീസൽ വാഹനങ്ങളുടെ എമിഷനിലാണ് കൂടുതൽ കാണാൻ കഴിയുന്നത്. അത് കാരണം ഡീസൽ വാഹനം ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഓക്സിജന്റെ അളവ് വളരെ കൂടുതലായിരിക്കും, കാരണം അവിടെ കൂടുതൽ എയർ ഉള്ളതുകൊണ്ട്. സൾഫറിന്റെ എമിഷന് കാരണമാകുന്ന ഫ്യൂവലിലാണ് കൂടുതൽ സൾഫറിന്റെ കണ്ടന്റ് വരുന്നത്. സോ ഫ്യൂവലിൽ സൾഫറിന്റെ കണ്ടന്റ് കുറച്ചാൽ നമുക്ക് സൾഫറിന്റെ എമിഷൻ കുറയ്ക്കാൻ പറ്റും. അത് BS6 പെട്രോൾ ഫ്യൂവലിൽ നമ്മൾ സൾഫറിന്റെ കണ്ടന്റ് കുറച്ചിട്ടുണ്ട്, ഓക്സൈഡ്സ് ഓഫ് സൾഫറിന്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി. പക്ഷേ എയറിന്റെ എമൗണ്ട് ഡീസൽ വെഹിക്കിൾസിൽ കൂടുതലായതുകൊണ്ട് തന്നെ പർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ എമിഷൻ വളരെ കൂടുതലാണ്. ഡീസൽ പർട്ടിക്കുലർ ഫിൽറ്റർ അഥവാ DPF യൂസ് ചെയ്യുന്നത് ഈ പർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. സോ ഇത് ഡീസൽ വെഹിക്കിൾസിലാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് അറിയണമെങ്കിൽ ആദ്യം പർട്ടിക്കുലേറ്റ് മാറ്റർ എന്താണ് എന്ന് നിങ്ങൾ അറിയണം. പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത് സോളിഡ് പാർട്ടിക്കിൾസ് ആണ്. അത് ഡസ്റ്റ്, കാർബൺ പാർട്ടിക്കിൾസ്, സോളിഡ് സൾഫേഴ്സ് എല്ലാം പർട്ടിക്കുലേറ്റ് മാറ്ററിൽ പെടും. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പഷൻ റിയാക്ഷന് ശേഷം അന്തരീക്ഷത്തിൽ നിലനിൽക്കാൻ പോകുന്ന എല്ലാ സോളിഡ് ആയിട്ടുള്ളതും ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ആയിട്ടുള്ള എല്ലാ ഹാംഫുൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസും പർട്ടിക്കുലേറ്റ്സ്. മനുഷ്യനിർമ്മിതവും പ്രകൃതി നിർമ്മിതമായിട്ടുള്ള പല കോമ്പൗണ്ട്സ് പർട്ടിക്കുലേറ്റ് മാറ്ററിൽ പെടും. അതിൽ ഡസ്റ്റും പോളനും സോളിഡ് കാർബൺ പാർട്ടിക്കിളും പുകയും ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ്, സൾഫ്യൂരിക് ആസിഡിന്റെ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സും എല്ലാ കാര്യങ്ങളും പർട്ടിക്കുലേറ്റ് മാറ്ററിൽ ഉൾപ്പെടുന്നതാണ്. ദ്രാവക രൂപത്തിലും സോളിഡ് ഖര രൂപത്തിലുമുള്ള ഈ എല്ലാ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസും ശ്വസിക്കുന്ന ഏതൊരു ജീവജാലങ്ങൾക്കും മനുഷ്യർക്കുൾപ്പെടെ ഇത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ്. സോ ഇതിനെ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. അതിന് സാധിച്ചില്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷവും നമ്മുടെ ഭാവിയിൽ നമുക്ക് മാസ്ക് ധരിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥയായിരിക്കും ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് BS6 നമ്മൾ കാർബൺ മോണോക്സൈഡിന്റെ ഹൈഡ്രോ കാർബണിന്റെ എമിഷൻ നമുക്ക് ഒരു മാറ്റവും BS6 വരുത്തിയിട്ടില്ല. നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ള പർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ എമിഷനിലും ഓക്സൈഡ്സ് ഓഫ് നൈട്രജന്റെ എമിഷനിലുമാണ്. സൾഫറിന്റെ എമിഷൻ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുള്ള ഫ്യൂവലിലെ സൾഫർ കണ്ടന്റ് കുറച്ചുകൊണ്ടാണ് സൾഫർ എമിഷൻ. സോ ഒരു അഡീഷണൽ ഫിൽട്ടർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ എമിഷൻ നമുക്ക് കുറയ്ക്കണം. ആ ഫിൽറ്ററിന്റെ പേരാണ് DPF അഥവാ ഡീസൽ പർട്ടിക്കുലർ ഫിൽട്ടർ. ആസ് ഐ സെഡ് ഓൾറെഡി, കാരൽ കണ്ണൂരിലെ ഫിൽറ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ തന്നെ പർട്ടിക്കുലർ ഫിൽറ്ററിലെ ഫിൽറ്റേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഹണികോംബ് സ്ട്രക്ചറിലാണ്. ഇതിനും ഒരു പർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ വേണം വർക്ക് ചെയ്യാൻ. ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള പർട്ടിക്കുലർ ഫിൽറ്റേഴ്സ് DPFൽ യൂസ് ചെയ്യുന്നത്, അതായത് കോർഡിയറൈറ്റ് വാൾ ഫ്ലോ ഫിൽറ്റേഴ്സ്, സിലിക്കൺ കാർബൈഡ് വാൾ ഫ്ലോ ഫിൽറ്റേഴ്സ്, മെറ്റൽ ഫൈബർ ഫിൽറ്റേഴ്സ്, മെറ്റൽ ഫൈബർ ഫ്ലോ ഫിൽറ്റേഴ്സ് ആൻഡ് പാർഷ്യൽ ഫിൽറ്റേഴ്സ്. ഈ ഓരോ ഫിൽറ്ററും അറേഞ്ച് ചെയ്യുന്ന ഹണികോം സ്ട്രക്ചർ എന്നാണ്. ഈ സ്ട്രക്ചറൽ അറേഞ്ച്മെന്റിന് ഈ ഓരോ മെറ്റീരിയലിനനുസരിച്ചിട്ട് വേരിയേഷൻ ഇതിൽ വരുന്നില്ല. DPF സെൻസർ കാൽക്കനോറിന് ശേഷമോ അതിനു മുമ്പോ ഫിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അതിന് കാരണം ഇത് ഏറ്റവും കൂടുതൽ വാഹനങ്ങളിലും ടർബോ ചാർജറിനടുത്താണ് ഫിറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നിശ്ചിത ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലായിരിക്കും DPF ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹയർ ടെമ്പറേച്ചർ പെട്ടെന്ന് റീച്ച് ചെയ്യാൻ വേണ്ടിയാണ് ടർബോ ചാർജറിന് തൊട്ടടുത്താണ് DPF ഫിറ്റ് ചെയ്യുന്നത്. എഞ്ചിനിൽ നിന്നും വരുന്ന ഈ എക്സോസ് ഗ്യാസസ് പർട്ടിക്കുലർ ഫിൽറ്ററിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ഈ സോളിഡ് പാർട്ടിക്കിൾ ഈ ഫിൽറ്ററിൽ വെച്ച് സെപ്പറേറ്റ് ആകുന്നു. ഗ്യാസുകൾ മാത്രം ഈ ഫിൽറ്ററിന് പുറത്തോട്ട് പോകുന്നു. ഈ സോളിഡ് പാർട്ടിക്കിൾസ് ഫുള്ള് ഈ ഫിൽറ്ററിനുള്ളിൽ തങ്ങിക്കിടക്കും. അതങ്ങനെയാണ് പർട്ടിക്കുലർ ഫിൽറ്ററിൽ വർക്ക് ആകുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരുന്നു, പർട്ടിക്കുലർ മാറ്റർ എന്ന് പറയുന്നത് സോളിഡ് പാർട്ടിക്കിൾസ് ആണ്. സോ വാഹനം ഓടുന്നതനുസരിച്ചിട്ട് ഈ പർട്ടിക്കുലർ മാറ്റേഴ്സിന്റെ എമൗണ്ട് ഇതിനകത്ത് അടിഞ്ഞു കൂടുന്നത് വളരെ കൂടുതലായിരിക്കും. ഇത് കാലക്രമേണ
എക്സോസ് ഗ്യാസിന്റെ ഫ്ലോയെ തടസ്സപ്പെടുന്നത്. നിങ്ങൾ ഇത് നേരത്തെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഈ എക്സോസ് ഗ്യാസിന്റെ ഫ്ലോയെ തടസ്സപ്പെടുന്ന കാരണം അവിടെ ബാക്ക് പ്രഷർ ക്രിയേറ്റ് ആവാൻ സാധ്യത. സോ ഇത് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. പർട്ടിക്കുലർ മാറ്ററിനെ റിമൂവ് ചെയ്യുന്ന ഈ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് റീജനറേഷൻ. രണ്ട് തരത്തിലുള്ള റീജനറേഷൻ പ്രോസസ് ഉണ്ട്, ഓട്ടോ റീജനറേഷൻ ആൻഡ് ഫോഴ്സ്ഡ് റീജനറേഷൻ. ഓട്ടോ റീജനറേഷൻ വാഹനം തന്നെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് ഏകദേശം 400 കിലോമീറ്ററിനും 500 കിലോമീറ്ററിനും ഇടയ്ക്കാണ് ഓട്ടോ റീജനറേഷൻ പ്രോസസ് നടക്കുന്നത്. ഇതിന് എക്സോസ് ഗ്യാസ് ടെമ്പറേച്ചർ അതിന് തക്കിയതുപോലെ വേണം. മറിച്ച് ഫോഴ്സ് റീജനറേഷൻ ചെയ്യുന്ന ഓട്ടോ റീജനറേഷൻ നടക്കാത്ത കേസിലാണ്. സോ ഒരുപാട് ദൂരം ഓടാത്ത വാഹനമാണെങ്കിൽ ഫോഴ്സ് റീജനറേഷൻ നമുക്ക് ചെയ്യേണ്ടതായിട്ട് ആവശ്യമായി വരും. ചില കാർ മാനുഫാക്ചേഴ്സ് റീജനറേഷനെ മറ്റൊരു രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, സ്പോണ്ടേനിയസ്, ഡൈനാമിക് ആൻഡ് സർവീസ്. ഡൈനാമിക് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതിൻ്റെ അകത്തെ ഓട്ടോ റീജനറേഷനും സർവീസ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്തെ ഫോഴ്സ് റീജനറേഷനും സമാനമായി തന്നെയാണ് വരുന്നത്. റീജനറേഷൻ പ്രോസസ് ചെയ്യാനുള്ള ടൈം ആയോ എന്നറിയണമെങ്കിൽ ഇതിനകത്ത് എത്രത്തോളം പർട്ടിക്കുലർ മാറ്റർ അടിഞ്ഞുകൂടി എന്ന് നമുക്കറിയണം. ഇത് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെൻസറാണ് DPS സെൻസർ, ഡിഫറൻഷ്യൽ പ്രഷർ സെൻസർ. ഡിഫറൻഷ്യൽ പ്രഷർ സെൻസറിൽ 2 ഹോസസ് ഉണ്ട്. ഈ 2 ഹോസസ് നമ്മുടെ ഫിൽറ്ററിന്റെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ഹോസസ് ആണ് ഇതിന്റെ പ്രഷർ ഡിഫറൻസ് സെൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. പർട്ടിക്കുലേറ്റ് ഒരുപാട് അടിഞ്ഞുകൂടി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഇൻലെറ്റിന്റെ അവിടുത്തെ പ്രഷർ കൂടും. കാരണം അവിടെ ഫ്ലോ നടക്കാത്തതുകൊണ്ട് എക്സോസ്റ്റ് വന്ന് അടിഞ്ഞു കൂടുന്ന കാരണം അവിടുത്തെ പ്രഷർ വളരെ കൂടും. സോ ഇവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. ഇൻലെറ്റിലെയും ഔട്ട്ലെറ്റിലെയും ഈ 2 ഹോസസ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ഈ പ്രഷർ സെൻസറിലെ ഡയഫ്രം മൂവ് ചെയ്യാൻ സഹായിക്കും. ഈ മൂവ്മെന്റ് ആണ് പ്രഷർ സെൻസറിനെ ഇതിൻ്റെ അകത്ത് പർട്ടിക്കുലർ മാറ്റർ അടിഞ്ഞുകൂടി എന്ന് സെൻസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ പ്രഷർ കൂടി കഴിയുമ്പോഴത്തേക്ക് ഈ പ്രഷർ സെൻസർ ഈ ഡേറ്റ നേരെ ECUലേക്ക് അയച്ചു പോകും. ഈ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ആണ് പിന്നെ ഓട്ടോ റീജനറേഷൻ എന്ന പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എല്ലാ പ്രോസസ്സും നമുക്കിനി ഓരോ റീജനറേഷൻ പ്രോസസ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് സ്പോണ്ടേനിയസ് റീജനറേഷൻ പ്രോസസ് വിച്ച് ഈസ് ബിഫോർ ദി ഓട്ടോ റീജനറേഷൻ പ്രോസസ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. സ്പോണ്ടേനിയസ് റീജനറേഷൻ പ്രോസസ് ആണ് ഏറ്റവും സിമ്പിളും ഏറ്റവും ബെറ്ററുമായ റീജനറേഷൻ പ്രോസസ്. മറ്റൊരു എക്സ്റ്റേണൽ ഡിവൈസും സ്പോണ്ടേനിയസ് റീജനറേഷൻ പ്രോസസ് നടത്താൻ വേണ്ടി വേണ്ട. നോർമലായിട്ടാണ് ഈ പ്രോസസ് നടക്കുന്നത്. എഞ്ചിൻ ഹയർ RPM-ലാണ് റവ് ചെയ്യുന്നതെങ്കിൽ എക്സോസ് ടെമ്പറേച്ചർ 600 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. 600 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ പർട്ടിക്കുലർ മാറ്റർ തന്നെ ബേൺ ചെയ്ത് ഗ്യാസ് ആയിട്ട് തന്നെ റീജനറേഷൻ പ്രോസസ് നടക്കും. ഇത്തരം റീജനറേഷനാണ് സ്പോണ്ടേനിയസ് റീജനറേഷൻ എന്ന് പറയും. നമുക്ക് ഓട്ടോ റീജനറേഷൻ അഥവാ ഡൈനാമിക് റീജനറേഷൻ നോക്കാം. ഈ റീജനറേഷൻ പ്രോസസ് നടത്തുന്നത് ECU ആണ്, അതായത് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. ഇതാണ് എപ്പോൾ ഓട്ടോ റീജനറേഷൻ നടത്തണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഈ റീജനറേഷൻ പ്രോസസ് നടക്കുന്നത് ഡിഫറൻഷ്യൽ പ്രഷർ സെൻസറിൽ നിന്നും ഫിൽറ്ററിലെ പ്രഷർ വളരെ കൂടുതലാണെന്നുള്ള സിഗ്നൽ ECUയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കാണ്. അപ്പോഴാണ് ഓട്ടോ റീജനറേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിൽറ്ററിലെ പ്രഷർ വളരെ അധികമായി കഴിയുമ്പോൾ വാഹനത്തിൻ്റെ ക്ലസ്റ്ററിൽ ഈ ഇലിമിനേഷൻ ലൈറ്റ് കത്തിയിരിക്കും. ഈ സിഗ്നലായിരിക്കും DPFൽ പ്രഷർ അക്യുമുലേറ്റ് ആയിട്ടുണ്ട് എന്നത് കാണിക്കുന്നത്. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഫിൽറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. സോ വാഹനം കുറേ നേരം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലിമിനേഷൻ ലൈറ്റ് ഓഫ് ആകും. ഇതിൻ്റെ കാരണം ഓട്ടോ റീജനറേഷൻ നടക്കുന്നു എന്നാണ്. സോ ഈ വാർണിംഗ് ലൈറ്റ് തെളിയുമ്പോൾ ഡ്രൈവർ വാഹനം ഏകദേശം 60 km/h വേഗതയിൽ അരമണിക്കൂർ നേരമെങ്കിലും വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല എങ്കിൽ സെക്കൻഡ് ഗിയറിൽ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ സ്പീഡ് 1500-നും 2500 RPM-ലും ആ റേഞ്ചിൽ ഏകദേശം 25 മിനിറ്റ് നേരമെങ്കിലും വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴേക്കും റീജനറേഷൻ ഓട്ടോമാറ്റിക്കലി വാഹനം നടന്ന് പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത് തന്നെ ബേണായി ഗ്യാസ് ആയിട്ട് അത് ഇല്ലാണ്ടായി പ്രഷർ റെഡ്യൂസ് ആയിക്കോളും. ഇനിയുമുള്ള ഫോഴ്സ് റീജനറേഷൻ ആണ്. നമ്മൾ വാഹനം ഉപയോഗിക്കുന്നത് ഷോർട്ട് ടൈം കിലോമീറ്റർ റൺ ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ, അതായത് നമ്മൾ ഓഫീസ് വരെ ഒരു 5 കിലോമീറ്റർ രാവിലെ റൺ ചെയ്യും, തിരിച്ചൊരു 5 കിലോമീറ്റർ തിരിച്ച് റൺ ചെയ്യും. അത്തരം കേസിൽ ഓട്ടോ റീജനറേഷൻ പ്രോസസ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. കാരണം റീജനറേഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ വാഹനത്തിൻ്റെ എഞ്ചിൻ പെട്ടെന്ന് നമ്മൾ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ റീജനറേഷൻ പ്രോസസ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. പിന്നെ അടുത്ത ടൈം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ പ്രോപ്പറായിട്ട് റീജനറേഷൻ പ്രോസസ് ഇപ്പോൾ നടക്കില്ല. അപ്പോഴാണ് നമ്മൾ ഫോഴ്സ്ഡ് റീജനറേഷൻ അഥവാ സർവീസ് റീജനറേഷൻ പ്രോസസ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് പുറത്തൊരു വർക്ക്ഷോപ്പിലോ സർവീസ് സെൻ്ററിലോ കൊണ്ടുപോകണം. അവരുടെ ഡയഗ്നോസിസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടായിരിക്കും ഈ റീജനറേഷൻ പ്രോസസ് എക്സ്റ്റേണലി ചെയ്യുന്നത്. ഈ പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സർവീസ് സ്റ്റേഷനിലെ OBD അഥവാ ഓൺ ബോർഡ് ഡയഗ്നോസിസ് സിസ്റ്റം ഉപയോഗിച്ച് റീജനറേഷൻ പ്രോസസ് ചെയ്യുമ്പോൾ എഞ്ചിൻ ഓൺ ആയിരിക്കും. ഈ ടൈമിൽ ECU ആൻഡ് ഇഞ്ചക്ഷൻ സ്ട്രാറ്റജി മോഡിഫൈ ചെയ്താണ് ഈ റീജനറേഷൻ പ്രോസസ് ചെയ്യുന്നത്. ഈ ടൈമിൽ ഇഞ്ചക്ഷൻ സ്ട്രാറ്റജിക്ക് വരുന്ന വേരിയേഷൻ എന്താണെന്ന് വെച്ചാൽ കമ്പഷൻ സ്ട്രോക്കിന് ശേഷവും, അതായത് എക്സോസ് സ്ട്രോക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ കുറച്ച് ഫ്യൂവൽ ഇതിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. സോ കമ്പഷൻ സ്ട്രോക്കിന് ശേഷവും, അതായത് എക്സോസ് സ്ട്രോക്കിലും കമ്പഷൻ കുറച്ചുകൂടെ ഫ്യൂവൽ വീണ്ടും കത്തിക്കൊണ്ടിരിക്കുമായിരിക്കും. സോ എക്സോസിന് ടെമ്പറേച്ചർ വളരെ അധികമായിരിക്കും. ഈ ഉയർന്ന ടെമ്പറേച്ചർ ഫിൽറ്റർ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ സോളിഡ് പാർട്ടിക്കിളിനെ കത്തിച്ച് ഗ്യാസ് ആക്കി പുറത്ത് കളയാൻ വേണ്ടി സഹായിക്കും. സോ ഇന്നത്തെ പ്രഷർ റെഡ്യൂസ് ആയിട്ട് DPF ഫിൽറ്റർ നോർമലായി വർക്ക് ചെയ്ത് തുടങ്ങും. സോ വാഹനത്തിൻ്റെ DPF ഫിൽറ്റർ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ട്, കറക്റ്റായി റീജനറേഷൻ നടക്കുന്നുണ്ട് എന്നത് നമ്മൾ എപ്പോഴും കൺഫേം ചെയ്യണം. കറക്റ്റ് ടൈമിൽ സർവീസ് ചെയ്താലേ വാഹനം നല്ലതായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ.
റീജനറേഷൻ പ്രോപ്പർ അല്ല എങ്കിൽ പർട്ടിക്കുലർ മാറ്റർ ഫിൽറ്ററിൽ അടിഞ്ഞുകൂടി ഇത് ഫിൽറ്റർ വീർത്ത് പൊട്ടിപ്പോയി ഡാമേജ് ആകാനുള്ള സാധ്യത. സോ നമുക്ക് ഫിൽറ്റർ റീപ്ലേസ് ചെയ്യേണ്ടത് വരും. സോ നിങ്ങൾ വാഹനത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് റീജനറേഷൻ നടക്കണമെന്ന് ഉറപ്പുവെക്കുക. കറക്റ്റ് ടൈമിൽ തന്നെ സർവീസ് ചെയ്യുകയും ചെയ്താലേ വാഹനത്തിൻ്റെ ഫിൽറ്ററിൻ്റെ ആയുസിന് നല്ലതായി വരികയുള്ളൂ. മാത്രമല്ല BS4 ഫ്യൂലോ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉള്ള ബാഡ് ഫ്യൂലോ നമ്മുടെ എഞ്ചിനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫിൽറ്റർ ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡീസൽ പർട്ടിക്കുലർ ഫിൽറ്റർ. നിങ്ങൾക്ക് DPF എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സോ നിങ്ങളുടെ വാഹനം പ്രോപ്പറായി കൊണ്ട് നടക്കുക. ഇനിയുള്ളത് ഫുള്ള് BS6 ഫ്യൂലാണ്. സോ you don't have to worry about anything. So don't forget to subscribe to my channel so never miss my new videos. So thank you for watching and see you in the next video. Bye.